ഹലോ, നമസ്കാരം. അനുവിൻ്റെ നെഫ്യൂവിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഹേസൽനട്ട് കേക്കാണിത്. അങ്ങനെ കുറേ ദിവസത്തെ മഴ അവധിക്ക് ശേഷം ഇന്ന് സ്കൂളുണ്ട്. മോളെ ഞാൻ രാവിലെ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ വഴിയിൽ ബസ് സ്റ്റോപ്പിലെ സിറ്റി ബസ് കാത്ത് നിൽക്കുന്ന സ്കൂൾ കുട്ടികളെ കണ്ടു, റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട്. അതിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ പഴയ സ്കൂൾ കാലം തന്നെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ കൂടെ സിറ്റി ബസ്സിനാണ് പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നത്. അമ്മ ഓഫീസിലേക്ക് പോവും, ഞങ്ങൾ സ്കൂളിലേക്കും പോവും. അങ്ങനെ ആ സമയത്ത് പല രീതിയിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് കുട്ടികൾക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരെണ്ണം എനിക്ക് എന്നും വളരെ കൗതുകമായിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന സൈക്കിൾ റിക്ഷകളായിരുന്നു. ഇന്ന് എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഏതൊക്കെയോ സിനിമകളിലൊക്കെ, പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സൈക്കിൾ, അതിൻ്റെ പുറകുവശത്തായിട്ട് 2 ബെഞ്ച് പോലത്തെ സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ട് റൂഫൊക്കെ ആയിട്ട് കുട്ടികൾ ഫേസ് ടു ഫേസ് ഇരിക്കും. ബാഗുകളൊക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെയും പല ഫ്രണ്ട്സും സൈക്കിൾ റിക്ഷകളിലാണ് പോവാൻ വരികയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ ചിലപ്പം ടിഫിൻ ബോക്സ് മറന്നു വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച് കഴിഞ്ഞാൽ റിക്ഷക്കാരൻ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞിട്ട് അത് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് കാലത്ത് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ റിക്ഷക്കാരും റിക്ഷകളുമൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. അക്കൂട്ടത്തിൽ ഞങ്ങളുടെ സ്കൂളിലൊക്കെ എപ്പോഴും കാണുന്നൊരു റിക്ഷക്കാരനുണ്ട്. പല കുട്ടികളെയും പുള്ളി കൊണ്ടുവിടുന്നത് കാണാം. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. അപ്പം എപ്പോഴും അങ്ങനെ ചിരിച്ച മുഖത്തോടെ കാണുന്ന ആളെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്, കുട്ടികളോടൊക്കെ എപ്പോഴും തമാശയൊക്കെ പറയണ അങ്ങനെ നല്ലൊരു അങ്കിള്. എല്ലാവരും പുള്ളി പേര് പറഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചിരുന്നത്. അങ്ങനെ എപ്പോഴും സ്കൂൾ പരിസരത്ത് കാണുന്ന അദ്ദേഹത്തെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട്, അതായത് വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴോ ആണ് ഒരു ദിവസം പത്രത്തിൽ ഞാൻ കാണുന്നത്. എന്തിൻ്റെ പേരിലാണെന്നറിയില്ല, അദ്ദേഹവും കുടുംബവും ജീവനൊടുക്കിയ വാർത്തയാണ് കാണുന്നത്. ഇത്രയൊന്നും ആലോചിക്കാനുള്ള ശേഷിയുള്ള കാലത്തല്ലെങ്കിലും ആ വാർത്ത കുറേ ദിവസത്തോളം എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിരിച്ചു മാത്രം കണ്ട് ശീലമുള്ള ആ അങ്കിള് എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, അതും കുടുംബത്തോടൊപ്പം? അതിൻ്റെ ഉത്തരം ഇന്നും അറിയില്ലെങ്കിലും സന്തോഷത്തോടെ ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. ഏത് മാനസികാവസ്ഥയുടെ പേരിലാണെങ്കിലും, ഏത് സാഹചര്യത്തിൻ്റെ പേരിലാണെങ്കിലും അത്തരം ചിന്ത മനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി രണ്ടാമതൊന്ന് ചിന്തിച്ചാൽ, തൻ്റെ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ഓർത്താൽ, ഒരു പക്ഷേ ആ ചിന്ത മാറിപ്പോയേക്കാം. പിന്നെ ഒരിക്കലും ആ വ്യക്തിയെ തേടി ആ ചിന്ത വന്നില്ല എന്നും വരാം. ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിലരൊക്കെ പെട്ടെന്നാണ് അവരുടെ വേണ്ടപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, കുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് പോണത്. അവരൊക്കെ ആഗ്രഹിക്കില്ലേ ഇനിയൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്? അപ്പോൾ കിട്ടിയ അവസരം നമ്മൾ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുക. നമ്മൾ അനുഭവിക്കുന്ന ഓരോ സന്തോഷവും കിട്ടാത്ത എത്രയോ പേര് ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് മറക്കാണ്ടിരിക്കുക.